നമസ്കാരം. ഇത് പ്രിയ തൃശ്ശൂർ അല്ലേ? പ്രിയക്കുട്ടീനെ പരിചയപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നു വെച്ചാൽ കുറെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതിലുപരി നീലക്കുറിഞ്ഞി പൂത്ത സമയത്ത് മൂന്നാറല്ലേ, അവിടെ വരെ യാത്ര ചെയ്തു. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ യാത്ര ചെയ്ത് ബ്ലോഗ് ചെയ്യണമെന്ന് ചോദിച്ചു. പറഞ്ഞു അഭിലാഷേ, അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രയത്നത്തിൽ എത്തിപ്പെടുന്നത്. ഇപ്പൊ സിനിമ റിവ്യൂവും ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പ്രിയക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ട് പറയാനുള്ളത് ഇപ്പോ ഒരുപാട് ബ്ലോഗ് എടുത്തു, എന്റെ റിവ്യൂ ഒക്കെ എടുത്തു. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? അപ്പൊ ഇവരുടെ കൂടെ നമുക്ക് ഒരുപാട് വ്ലോഗുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് തന്നെ ആദ്യം ഒരു സന്തോഷവും നന്ദിയും. പിന്നെ എന്റെ ഒരു ബോഡിഗാർഡായിട്ട് ഇപ്പൊ ഞാൻ അലൻ ജോസ് പെരേരയുടെ ലേഡി ബോഡിഗാർഡായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലിൻ ജോസ് പെരേരനെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വാക്കുകൾ കൊണ്ട് സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി ഇപ്പൊ എനിക്കുണ്ട്. അപ്പൊ ആ ഒരു കടമയൊക്കെ ഞാൻ അങ്ങനെ ഏറ്റെടുക്കുകയാണ്. വേറൊരു കാര്യം പറയാം, വേറൊറ്റ കാര്യം പറയാം. ഈ പ്രിയ എന്ന് പറഞ്ഞ കുട്ടി ഒരുപാട് പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കലും പരിഹസിക്കുക. പക്ഷെ അതിൽ നിന്ന് കയറി വന്നു. ചെയ്യാത്ത തെറ്റിന് വരെ ചില ആളുകൾ അല്ലെ പേരെന്ന് പറയുന്നത് വിഷയമുണ്ട്, അതല്ല പറഞ്ഞത്. പക്ഷെ പ്രിയ അതിൽ നിന്ന് അതിജീവിച്ചു വന്നാണ് വിഷയം. അവൻ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകുകയാണ്. കാരണം പറയുന്നവരെ ഈ ചെവി കൂടെ കേട്ട് ഈ പ്രായത്തിലും പല രീതിയിൽ അതിജീവിച്ചു വന്നതിന് എന്തായാലും പ്രിയ ചേച്ചിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കും. എന്തായാലും ഇനിയും നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വരാം. സിനിമയിലും ചാനലിന്റെ പേര് എന്റെ ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലാണ്. ദ ലൈഫ് ഓഫ് ട്രാവലിംഗ് ബൈ പ്രിയ എന്നാണ് എന്റെ ചാനലിന്റെ പേര്. ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ, നല്ലൊരു ചാനലാണ്. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. നിമിഷ ചാലക്കുടി, ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അലൻ ജോസ് പെരേരയുടെ ഇന്റർവ്യൂസ് ആണ്. PR വർക്ക് എന്ന് പറയാം. PR വർക്ക് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് പ്രിയ. താങ്ക് യു. ഇപ്പൊ എല്ലാത്തിനും സപ്പോർട്ടറും നന്ദി. തകർച്ച വിജയത്തിന്റെ മുന്നോടിയാണ്. തകർന്നിരിക്കുന്ന സമയത്തും മുന്നോട്ട് ജീവിതത്തിൽ നയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. താങ്ക് യു.